അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ടാബുലേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ടാബുലേഷൻ, പാർട്സ് ഓഫ് എ ടേബിൾ, എസെൻഷ്യൽസ് ഓഫ് എ ടേബിൾ, പിന്നെ ടൈപ്സ് ഓഫ് എ ടേബിൾ. ഇത്രയാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടാബുലേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ടത്. അതിൻ്റെ പാർട്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, എസെൻഷ്യൽസ്, ടൈപ്സ്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്രോസ് ടാബുലേഷൻ. ക്രോസ് ടാബുലേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ക്രോസ് ടാബുലേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഡേറ്റ ആർ ഇൻ നോമിനൽ ഫോം, നോമിനൽ വേരിയബിൾസ് ആർ പ്യുവർലി ക്വാളിറ്റേറ്റീവ്. അതായത് നമ്മൾ ഈ ക്രോസ് ടാബുലേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഡേറ്റ നോമിനൽ ഫോമിലാണ് നമുക്ക് തരുന്നതെങ്കിൽ, ഡേറ്റയുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു നോമിനൽ ഫോം ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ടാബുലേഷൻ യൂസ് ചെയ്യുന്നു. ഈ നോമിനൽ വേരിയബിൾ അല്ലെങ്കിൽ നോമിനൽ ഫോംസ് എന്നൊക്കെ പറയുന്നത് പ്യുവർലി ക്വാളിറ്റേറ്റീവ് ഐറ്റംസ്, നമുക്ക് ഗുണങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് എണ്ണാൻ സാധിക്കാത്ത എല്ലാ ഇൻഫർമേഷനും ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ക്രോസ് ടാബുലേഷനാണ്. പ്രധാനമായിട്ട് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ടാബുലേഷൻ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഡിസ്പ്ലേ ജോയിൻറ്റ് ഫ്രീക്വൻസി ആൻഡ് റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ടു വേരിയബിൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജോയിൻറ്റ് ഫ്രീക്വൻസിയും കാണിക്കും, അതോടൊപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസിയും കാണിക്കും. നമ്മൾ നേരത്തെയൊക്കെ ഒരു ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഫ്രീക്വൻസി ജോയിൻറ്റ് ഫ്രീക്വൻസിയും കാണിക്കും, അതോടൊപ്പം എന്ത് ചെയ്യും, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസിയും കാണും. അപ്പം പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ക്രോസ് ടാബുലേഷൻ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് നോമിനൽ ഫോമുള്ള സമയത്താണ്. ഡേറ്റ നോമിനൽ ഫോമിലാണെങ്കിൽ ക്രോസ് ടാബുലേഷൻ യൂസ് ചെയ്യും. നോമിനൽ വേരിയബിൾ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഐറ്റംസിനെയാണ് നമ്മൾ നോമിനൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് കാണിക്കും, ജോയിൻറ്റ് ഫ്രീക്വൻസിയും അതോടൊപ്പം റിലേറ്റീവ് ഫ്രീക്വൻസിയും കാണിക്കും. ജോയിൻറ്റ് ഫ്രീക്വൻസി ആൻഡ് റിലേറ്റീവ് ഫ്രീക്വൻസി ഇതിനകത്ത് കാണിക്കും. ഇത്രയാണ് ക്രോസ് ടാബുലേഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ജസ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷനും ടാബുലേഷനും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും ടാബുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഗീവൺ ഡേറ്റ ഇൻ ടു ഹോമോജീനിയസ്. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഹോമോജീനിയസ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനെയാണ് പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കൽ പ്രസൻറ്റിങ് ദ ന്യൂമറിക്കൽ ഫാക്റ്റ്. എന്ത് ചെയ്യുന്നു, അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് പിന്നെ അതിനെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബുലേഷൻ ഉപയോഗിക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ടാബുലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രസൻറ്റിങ് ഡേറ്റ ഇൻ എ സ്യൂട്ടബിൾ സ്ട്രക്ചർ. അപ്പോൾ ടാബുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രസൻറ്റിങ് ദ ഡേറ്റ, ഇപ്പോൾ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഡേറ്റ ഒന്ന് ഓർഡർലി പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരിതാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡേറ്റ കളക്ഷന് ശേഷമായിരിക്കും. പക്ഷേ ടാബുലേഷൻ യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷന് ശേഷമായിരിക്കും. ഇനി ക്ലാസിഫിക്കേഷനകത്ത് ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയബിൾസും കാണും. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഒക്കെ ആയിരിക്കും ക്ലാസിഫിക്കേഷനകത്ത് കാണുന്നത്. പക്ഷേ ടാബുലേഷനകത്ത് പ്രധാനമായിട്ട് നമ്മുടെ കോളംസും റോസും ആയിരിക്കും, റോകളും കോളംസും ആയിരിക്കും കാണുന്നത്. ഇനി ക്ലാസിഫിക്കേഷനകത്ത് കാറ്റഗറിയും ഉണ്ട്, സബ് കാറ്റഗറിയും ഉണ്ട്. ടാബുലേഷനകത്ത് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ക്ലാസിഫിക്കേഷനും ടാബുലേഷൻ. ജസ്റ്റ് ഓർക്കുക, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഡേറ്റ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ച് അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടാബുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഡേറ്റേനെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. ടാബുലേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്ലാസിഫിക്കേഷൻ വരുന്നത്
ഡേറ്റ കളക്ഷന് ശേഷമായിരിക്കും. ടാബുലേഷൻ വരുന്നത് ക്ലാസിഫിക്കേഷന് ശേഷമായിരിക്കും. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ആട്രിബ്യൂട്ട്സും വേരിയബിൾസും എലമെൻസും ഒക്കെ കാണും. പക്ഷേ ടാബുലേഷനകത്ത് കോളംസും റോസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷനകത്ത് കാറ്റഗറിയും സബ് കാറ്റഗറിയും ഉണ്ടായിരിക്കും. ടാബുലേഷനകത്ത് ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഇനി പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. ഈ ഒരു പോർഷനൂടെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തിയറി ഭാഗം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് കിടക്കുന്നത്. സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. അപ്പോൾ ഈ സെൻസസ് മെത്തേഡും സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ നമ്മൾ പറയും. അപ്പോൾ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദ യൂണിറ്റ്സ് അണ്ടർ ദ സ്റ്റഡി ഇൻ എനി ഫീൽഡ് ഓഫ് എൻക്വയറി. ഇറ്റ് മേ ബി ടു ടൈപ്സ്, ഫൈനൈറ്റ് പോപ്പുലേഷൻ, ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ. അപ്പം നമ്മൾ ഒരു ടോപ്പിക് എടുത്തു. അപ്പോൾ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ യൂണിറ്റ്സുകളെയും നമുക്ക് എന്ത് പറയാം? പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഒരു അഗ്രികൾച്ചർ ഫീൽഡാണ് അല്ലെങ്കിൽ ഏലം കർഷകരെ പറ്റിയാണ് ഇന്ന പഞ്ചായത്തെന്ന് നമ്മളെടുത്തു. ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ തങ്കമണി പഞ്ചായത്ത് അല്ലെങ്കിൽ തങ്കമണിയിലെ ഒരു പഞ്ചായത്തെന്ന് നമ്മളെടുത്തു. ഏലം കർഷകരെയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അപ്പം തങ്കമണിയിൽ ഏലം കൃഷി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ ആ സ്റ്റഡിക്കകത്ത് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അതെന്താണ്? പോപ്പുലേഷനാണ്. എന്നീ ഈ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഫൈനൈറ്റ് പോപ്പുലേഷൻ, ഇൻഫിനിറ്റ് പോപ്പുലേഷനും. ഫിനിറ്റ് പോപ്പുലേഷനും ഇൻഫിനിറ്റ് പോപ്പുലേഷനും. ഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലേഷൻ കണ്ടെയ്നിങ് എ ഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റം, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്റം, അതായത് സ്റ്റുഡൻറ്റ് ഇൻ എ കോളേജ്. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമ്പർ കാണും. അങ്ങനെയാണെങ്കിൽ ആ പോപ്പുലേഷനെ ഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറയാം. ഇൻഫിനിറ്റ് ആകുമ്പോൾ പോപ്പുലേഷൻ ഹാവിങ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്ജക്റ്റ്. നമുക്ക് എണ്ണാൻ സാധിക്കത്തില്ല, കൃത്യം ഒരു യൂണിറ്റ് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കൃത്യം ഒരു നമ്പർ പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇൻഫിനിറ്റ് പോപ്പുലേഷനാണ്. ഇപ്പം നമുക്കറിയാം പോപ്പുലേഷൻ ഓഫ് എ സ്റ്റാർ ഇൻ ദ സ്കൈ. നമുക്ക് നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ സാധിക്കത്തില്ല. അതെന്താണ്? ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. മറ്റേത് ഫൈനിറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ എന്താണ്? കൃത്യം അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഫൈനറ്റ് ആണ്. എണ്ണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇത്ര നമ്പർ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തതാണെങ്കിൽ അതെന്താണ്? ഇൻഫിനിറ്റ് പോപ്പുലേഷനാണ്. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് യൂണിവേഴ്സ് ആൻഡ് പോപ്പുലേഷൻ. യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിറ്റ്സുകളെയും നമ്മൾ എന്ത് പറയുന്നു? പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നു. ഇത് ഫൈനിറ്റും ഉണ്ട് ഇൻഫിനിറ്റും ഉണ്ട്. ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ നമ്പർ കൃത്യമായിട്ടായിരിക്കും. ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇൻഫിനിറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്? കൃത്യം നമ്പർ പറയാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റാർ ഇൻ ദ സ്കൈ, അതായത് നക്ഷത്രങ്ങളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതെന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പോപ്പുലേഷനാണ്. ഇനി നെക്സ്റ്റ് യൂണിവേഴ്സും പോപ്പുലേഷനും നമ്മൾ പറഞ്ഞു. ഇനി ഉള്ള ഇതാണ് സാമ്പിൾ. നമുക്കറിയാം ഇറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് യൂണിറ്റ് ഫ്രം ദ എൻറ്റയർ ഗ്രൂപ്പ് ഓർ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ ലാർജർ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷൻ ഇപ്പം നമ്മൾ തങ്കമണിയിലെ ഏലം കർഷകരെ, തങ്കമണി എന്നൊരു സ്ഥലത്തിലെ ഏലം കർഷകരെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുന്ന് റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രം എടുക്കും, സെലക്റ്റഡ് യൂണിറ്റിനെ മാത്രം എടുക്കും. ഒരു 50 ആൾക്കാരെ മാത്രം, ഏലം കർഷകരെ മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റഡി നടത്തുവാണെങ്കിൽ അതെന്താണ്? സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. മൊത്തം തങ്കമണിയിൽ ഏലം കൃഷി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു റാൻഡം സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു 5-10 പേരെ അല്ലെങ്കിൽ ഒരു 50 പേരെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? സാമ്പിളാണ്. അതായത് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പോപ്പുലേഷനിൽ നിന്ന് ഒരു സെലക്റ്റഡ് യൂണിറ്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? സാമ്പിളാണ്. ഇതെന്ന് പറയുന്നത് ലാർജർ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓർക്കേണ്ടത് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമ്മൾ ഓൾറെഡി ഡേറ്റ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻസസ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് സാമ്പിൾ സർവേ.
രണ്ട് മെത്തേഡുകളാണ് കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്കുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൻസസ് മെത്തേഡ്, സെക്കൻഡ് സാമ്പിൾ സർവേ. സെൻസസ് മെത്തേഡ്, സാമ്പിൾ സർവേ. Census method. It is a method of collection of data in which informations are collected from the every individual of the population. അപ്പോൾ നമ്മളുടെ പോപ്പുലേഷനിലെ എല്ലാ ഇൻഡിവിജ്വലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് സെൻസസ് മെത്തേഡ്. നമുക്കറിയാം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കും. 2011 എടുത്തതിന് ശേഷം 2021 എടുക്കും. അപ്പം ഇങ്ങനെ ഈ ഓരോ 10 വർഷം കൂടുമ്പോൾ ഇവർ ഈ സെൻസസ് എടുക്കുന്നത് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ വീട്ടിലെയും ഡയറക്റ്റായിട്ട് ഇവർ ചെന്നിട്ടാണ് സെൻസസ് എടുക്കുന്നത്. അല്ലാതെ സാമ്പിൾ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ ബേസ് ചെയ്തിട്ടല്ല അവർ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പോപ്പുലേഷൻ്റെ എല്ലാ ഇൻഡിവിജ്വലിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, സെൻസസ് മെത്തേഡാണ്. ഇപ്പോൾ ഒരു ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എടുക്കുന്ന സമയത്തെന്ന് പറയുന്നത് അതെന്താണ്, സെൻസസ് മെത്തേഡാണ്. ഇനി മറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമ്മുടെ ഈ സെൻസസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ. അതായത് നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ്റെ എല്ലാ യൂണിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. The result obtained are more accurate and reliable. നമുക്കറിയാം എല്ലാ ആൾക്കാരിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും, ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിരിക്കും, അതോടൊപ്പം ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. പിന്നെ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിങ് എറേഴ്സ്. നമുക്കറിയാം എല്ലാവരിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഈ സാമ്പിളിങ് എറർ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സാമ്പിൾ എടുത്ത് ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ സാമ്പിളിങ് എറേഴ്സ് ഉണ്ടാകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റിൽ നിന്നും അല്ല, അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സാമ്പിളിങ് എറർ വരാനുള്ള ചാൻസസ് ഇല്ല. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? The population is infinite, census method is not possible. നമുക്ക് എണ്ണാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഈ സെൻസസ് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. It requires a large number of enumerators and hence expensive. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സെൻസസ് നടത്തുമ്പോൾ തന്നെ എത്രയോ ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു സെൻസസ് നടക്കുന്നത്. അപ്പോൾ ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരുപാട് എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, എക്സ്പെൻസീവ് ആണ്. അതും എന്താണ്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് സെൻസസ് മെത്തേഡ്. സെൻസസ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷനിലെ എല്ലാ ഇൻഡിവിജ്വലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അത് സെൻസസ് മെത്തേഡ് ആയിരിക്കും. ആ സെൻസസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡേറ്റ കിട്ടുന്നത് എല്ലാ യൂണിറ്റിൽ നിന്നായിരിക്കും, അതുകൊണ്ട് തന്നെ അത് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആയിരിക്കും, സാമ്പിളിംഗ് എറർ കാണാനുള്ള ചാൻസസ് ഇല്ല. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ലാർജ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സും വേണം, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, എക്സ്പെൻസീവ് ആണ്. ഇനി അടുത്തതാണ് സാമ്പിളിംഗ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സർവേ. രണ്ടാമത്തെ മെത്തേഡാണ് സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ്. സാമ്പിളിംഗ് ഈസ് എ ടെക്നിക്സ് ഓഫ് സ്റ്റഡിങ് ഓൺലി എ സെലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ആഡിക്വേറ്റ് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് ഇത്ര റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ മൊത്തം പോപ്പുലേഷൻ ഒരു 100 ആണെങ്കിൽ അതൊന്ന് ഒരു 50 പേരെ മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അതെന്താണ്, സാമ്പിളിംഗ് ആണ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ ആണ്. ഇനി നമ്മളൊരു സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അതിനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുക്കുമ്പോൾ അതെന്താണ്, പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാമ്പിളായിരിക്കണം. പിന്നെ ഇറ്റ് മസ്റ്റ് ബി എ സിമിലർ ഇൻ നേച്ചർ. നമ്മൾ എടുക്കുന്ന സാമ്പിളുകളെല്ലാം എന്താണ്, സിമിലർ ഇൻ നേച്ചർ ആയിരിക്കണം അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ആഡിക്വേറ്റ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ പോപ്പുലേഷനുമായിട്ട് ഏറ്റവും ആഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. കവറേജ് ഓഫ് ലാർജ് ഏരിയ. ലാർജ് ഏരിയനെ എന്ത് ചെയ്യാം, കവറേജ് ചെയ്യാൻ അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്ക്രൂട്ടണി ഓഫ് ഓൾ റിസൾട്ട്.
അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ എടുക്കുന്നത് എല്ലാ റിസൾട്ടിനെയും സ്ക്രൂട്ടണി ചെയ്യാനുള്ള രീതിയിലുള്ള സാമ്പിളായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇൻറ്റൻസീവ് സ്റ്റഡി നടത്താൻ സാധിക്കും. പിന്നെ ഈസി കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം സെൻസസ് മെത്തേഡിനെ അപേക്ഷിച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡിങ് ഒറിജിനൽ റിസൾട്ട്സ്. ഒറിജിനൽ റിസൾട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിലുള്ള സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്, ഏറ്റവും നല്ല റിസൾട്ട് തന്നെ ആ സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലെസ് ടൈം ആൻഡ് എഫോർട്ട്സ്, ലെസ് കോസ്റ്റ്, കുറച്ച് സമയം മതി, എഫോർട്ട്സും മതി, കോസ്റ്റ് കുറവും മതി. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ്. മോർ ഡീറ്റെയിൽഡ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് സർട്ടൻ എൻക്വയറീസ്. സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്റ്റഡീസ് അറ്റ് എ ടൈം. നമുക്കറിയാം സെൻസസ് മെത്തേഡിനോട് ലിമിറ്റേഷൻസ് ഉണ്ട്, അത്രയും എക്സ്പെൻസീവ് ആണ്. അതോടൊപ്പം പക്ഷേ അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ആക്യുറേറ്റ് ആണ്. പക്ഷേ സാമ്പിളിങ് റിസൾട്ട് ആക്യുറേറ്റ് ആണ്, പക്ഷേ സെൻസസ് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സെൻസസ് മെത്തേഡാണ് കൂടുതൽ ആക്യുറേറ്റ്, സാമ്പിളിങ് അത്രയും ആക്യുറേറ്റ് അല്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഡേറ്റയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാമ്പിള് ഏറ്റവും നല്ലതാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കുക.